ജയിച്ചാൽ എംപി, തോറ്റാൽ ഉജ്ജ്വലം എന്ന പറച്ചിൽ സി ദിവാകരൻ തിരുത്തി എഴുതുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ സി ദിവാകരൻ തോറ്റാൽ മന്ത്രിസഭയിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ ഉറപ്പ് അതാണെന്ന് അണിയറ രഹസ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ പിണറായി മന്ത്രിസഭയിൽ അഴിച്ചുപണി ഉണ്ടാകും. VS സർക്കാരിന്റെ കാലത്ത് ഭക്ഷ്യമന്ത്രിയായിരുന്ന സി ദിവാകരൻ പിണറായി മന്ത്രിസഭയിൽ എത്തുന്നതിന് കാലമാണ് തടയിട്ടത്. ആ കാലത്തെ നോക്കുകുത്തിയാക്കിയാണ് ദിവാകരൻ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. ഒരു പക്ഷേ കാലത്തിന്റെ കാവ്യനീതിയാകും അത്. അതല്ലെങ്കിൽ നെടുമങ്ങാട് MLA ആയ ദിവാകരൻ എങ്ങനെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായി? ദിവാകരന് മത്സരിക്കണമെന്ന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഇക്കാര്യം സ്വപ്നം പോലും കണ്ടിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും ദിവാകരൻ അംഗത്തിനിറങ്ങണമെന്ന വലിയ മോഹം. തിരുവനന്തപുരം സീറ്റ് CPI-യുടേതാണെങ്കിലും വോട്ട് കൂടുതൽ CPM-നാണ്. സാധാരണ CPI-യുടെ ആഭ്യന്തര കാര്യങ്ങളിൽ CPM ഇടപെടാറില്ല. എന്നാൽ ഇത്തവണ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർ ഇടപെട്ടെന്നാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉമായും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തുറന്നടിച്ചിരുന്ന CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ കഴിഞ്ഞ കുറെ കാലമായി മൗനത്തിന്റെ വാൽമീകത്തിലാണ്. അതിന് കാരണം എന്താണെന്ന് മുന്നണിക്കുള്ളിൽ പലരും ഗവേഷണം നടത്തുന്നുണ്ട്. പിണറായി കാലത്തെ എങ്ങനെയോ കുരുക്കിയിരിക്കുകയാണെന്നാണ് ആക്ഷേപം. നിലമ്പൂർ ഏറ്റുമുട്ടലിനെതിരെ പരസ്യമായി രംഗത്തെത്തിയ കാനം വയനാട് ഏറ്റുമുട്ടലിനെതിരെ കമാന്നൊരക്ഷരം ഉരിയാടിയിട്ടില്ല എന്നത് ആക്ഷേപത്തിന് ബലം വെക്കുന്നു. പാർട്ടിയിലും പിടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാനത്തെ തളച്ച പിണറായി സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിലും ഇടപെട്ടു. അതോടെ കാനത്തിനൊരു മധുര പ്രതികാരം എന്ന നിലയിൽ ദിവാകരൻ മത്സരിക്കാൻ തയ്യാറായി. തോറ്റാൽ അടുത്ത മന്ത്രിസഭാ പുനർസംഘടനയിൽ മന്ത്രിയാക്കാമെന്നും ഉറപ്പു കിട്ടി. അതോടെ ദിവാകരൻ മാസല്ല കൊലമാസായി. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെയെല്ലാം ഇതിനകം ദിവാകരൻ സന്ദർശിച്ചു. മണ്ഡലത്തിലെങ്ങും ചുവരെഴുത്തും പോസ്റ്ററുകളും നിറഞ്ഞു കഴിഞ്ഞു. വോട്ടുപിടുത്തവും ആരംഭിച്ചു. ദിവാകരൻ CPI-യുടെ സ്ഥാനാർത്ഥിയാണോ അതോ CPM-ന്റെ പോരാളിയാണോ എന്ന് മുന്നണിയിൽ പലരും അടക്കം പറയുന്നുണ്ട്. അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ പറയുന്നത് മറ്റൊന്നാണ്. എങ്ങനെ വീണാലും നാലുകാലിൽ തന്നെ വീഴുമെന്ന്. കരുനാഗപ്പള്ളിയിൽ നിന്ന് MLA ആയി ജയിച്ച ശേഷം കഴിഞ്ഞ തവണ അവിടെ അദ്ദേഹത്തിന് പാർട്ടി സീറ്റ് നൽകിയില്ല. നെടുമങ്ങാട് കൊണ്ട് തള്ളി. ദിവാകരൻ കരഞ്ഞുകൊണ്ട് ഓടുമെന്ന് പലരും പ്രവചിച്ചു. അവരെയൊക്കെ ഞെട്ടിച്ച് വെന്നിക്കൊടി പാറിച്ചു. അത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും ആവർത്തിക്കുമെന്ന് പലരും പറയുന്നുണ്ട്. അതങ്ങനെ ചുമ്മാ പറയുന്നതല്ല. ശശി തരൂരിന്റെ വോട്ടിംഗ് ശതമാനം പടവലങ്ങ പോലെ കുത്തനെ വളരുകയാണ്. പോരിന് കുമ്മനം G കൂടി എത്തിയതോടെ അത് ഇനിയും വളരാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ദിവാകരൻ നൈസായിട്ടങ്ങ് കരകയറും. എന്നാൽ 5000 വോട്ടിനെങ്കിലും ഭൂരിപക്ഷത്തിൽ തരൂർ ജയിക്കുമെന്നാണ് കോൺഗ്രസുകാരുടെ കണക്കുകൂട്ടൽ. തങ്ങളുടെ A ക്ലാസ് മണ്ഡലമായ തിരുവനന്തപുരത്ത് എന്തു വില കൊടുത്തും വിജയിക്കാൻ BJP കട്ടയ്ക്ക് നിൽക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.